ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമുള്ള ക്ഷേത്രത്തെക്കുറിച്ചാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. കേരളത്തിലെ തിരുവനന്തപുരം ചെങ്കൽ മഹേശ്വര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വിവരിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല കേരളത്തെ. വർഷം മുഴുവനും വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കേരളത്തിലെ പല ക്ഷേത്രങ്ങളും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ് ശ്രീ മഹേശ്വര ശ്രീ ശിവപാർവതി ക്ഷേത്രം. ഉയരം കൂടിയ ശിവലിംഗത്തിൻ്റെ ആസ്ഥാനമായി മാറിയിരിക്കുന്നു കേരളം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ചെങ്കൽ മഹേശ്വര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൻ്റെ ഉയരം 101.2 അടി ഉയരമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമായി മാറിയിരിക്കുന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി ഈ ശിവലിംഗം. 2012 ആരംഭിച്ച ശിവലിംഗത്തിൻ്റെ നിർമ്മാണം 6 വർഷമെടുത്തു പൂർത്തീകരിക്കാൻ. 10 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിന് തുല്യമാണ് ഈ ശിവലിംഗം. 6 ധ്യാന ഹാളുകളുണ്ട്. 1-ാം നിലയിൽ 108 ശിവലിംഗങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ഭക്തർക്ക് അഭിഷേകം അർപ്പിക്കാം. ഏറ്റവും മുകളിലത്തെ നിലയിൽ 1000 ഇതളുകളുള്ള താമര നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശിവന്റെ പാർവതിയുടെയും മഞ്ഞു മൂടിയ ശിവ വിഗ്രഹങ്ങളുള്ള കൈലാസം കാണാൻ സാധിക്കും. ചെങ്കൽ മഹേശ്വര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് 12 ശിവലിംഗങ്ങളും 32 ഗണപതി രൂപങ്ങളെയും കാണുവാനും ആരാധിക്കുവാനും സാധിക്കും. ഇത് ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ്. ഇതേപോലെ ഇത്തരത്തിൽ ആരാധിക്കാൻ കഴിയുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ശ്രീ മഹേശ്വരി ശിവപാർവതി ക്ഷേത്രം ചെങ്കൽ. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 26 കിലോമീറ്റർ അകലെ മഹേശ്വരത്താണ് മഹേശ്വരൻ ശ്രീ ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവലിംഗത്തിന്റെ അരികെ തന്നെ നാഗരാജാവ് സ്വാമി അമ്പലവും കാണാൻ സാധിക്കും. അതിനടുത്ത് 32 ഗണപതി രൂപങ്ങളെയും കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെ വിശ്വപീഠം കാണാൻ സാധിക്കും. അതിനടുത്ത് തന്നെയാണ് വിശ്വപീഠം സ്വാമി താമസിക്കുന്ന ഇല്ലവും തൊട്ടടുത്ത് തന്നെയാണ്. അമ്പലത്തിന് ചുറ്റും പൂക്കളായി പ്രകൃതിയാൽ നിറഞ്ഞിരിക്കുന്നു. വിശ്വശാന്തി പീഠം തൊട്ടരികെ തന്നെ കാണപ്പെടുന്നു. നാഗരാജാവും നാഗേശിയും കാണും. അടുത്തു തന്നെയാണ് ഗണപതി 32 രൂപങ്ങളായി നിറഞ്ഞപ്പെട്ടിരിക്കുന്നു. നമുക്ക് പൂജ ചെയ്യാം സ്വയമായിട്ട് തന്നെ. ക്ഷേത്രത്തിന് ചുറ്റുമാണ് കാണുന്നത് നിങ്ങൾ. കല്ലുവിളക്കുകൾ കാണപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നിലയിൽ ഗോപുരമാണ് ഈ കാണുന്നത്. ഇവിടെ നവഗ്രഹങ്ങളും കാണപ്പെടുന്നു. നവഗ്രഹ പൂജകളും ഇവിടെ ചെയ്യാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെ ദൂരെ നിന്നും വരുന്ന ഭക്തർക്ക് നിർമ്മാല്യം തൊഴാൻ വേണ്ടി ഇവിടെ തന്നെ റൂമുകൾ ഒരുക്കിയിരിക്കുന്നു. ഒരു ദിവസം 700 രൂപയാണ് റൂമിന്റെ വില. അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഹാളിൽ നമുക്ക് 100 റുപ്പീസ് ഉള്ളൂ. അവര് തരും നമുക്ക്. അത് നമുക്ക് ക്ഷേത്രത്തിൽ തന്നെ കിടന്ന് നിർമ്മാല്യം തൊഴുത് പോകാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ വടക്കേ നിലയാണ് കാണപ്പെടുന്നത്. തൊട്ട് അടുത്ത് തന്നെ ശിവലിംഗ രൂപം.
നന്ദികേശ ഭഗവാന്റെ രൂപവും കാണാൻ സാധിക്കും. തുലാഭാര ത്രാസാണ് കാണുന്നത്. തുലാഭാര നേർച്ച ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. നന്ദികേശ ഭഗവാനെ കാണാൻ സാധിക്കുന്നു. തൊട്ടു മുന്നിലായി ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ഹാളാണ് കാണപ്പെടുന്നത്. ഭക്തർക്ക് രണ്ട് സൈഡിലും ഇരിക്കാം. ഇരുന്ന് നാമം ജപിക്കാവുന്നതാണ്. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ ജ്ഞാനബീന സ്വാമി അവരുടെ മന കാണാൻ സാധിക്കും. ഭഗവാൻ താണ്ഡവ നൃത്തത്തിൽ ആടുന്ന രംഗമായ വയലിൻസ് കാണാം.